ഒരു സഞ്ചാരിയായ മനുഷ്യൻ അയാളുടെ ദീർഘമായ യാത്രക്കിടയിൽ ഒരു മസ്ജിദിൽ അദ്ദേഹം ഇറങ്ങി നമസ്കരിക്കാൻ വേണ്ടി ഇറങ്ങി. നമസ്കാരം കഴിഞ്ഞ് അദ്ദേഹം ജനങ്ങളെ ഖബറടക്കം ചെയ്യുന്ന ഖബർസ്ഥാനിൻ്റെ ഭാഗത്തേക്ക്, ശ്മശാനത്തിൻ്റെ ഭാഗത്തേക്ക് അദ്ദേഹം ഒന്ന് പോയി. ഓരോ മീസാൻ പലകയിലും എഴുതിയിട്ടുണ്ട് ഓരോ മനുഷ്യരുടെയും ആയുസ്. ചില ഖബറിന് സമീപമുള്ള മീസാൻ പലകയിൽ എഴുതിയിട്ടുണ്ട് 6 മാസം, 1 വർഷം, 1.5 വർഷം. അതിലധികമായി കണ്ടത് ഒരു മനുഷ്യൻ്റെ ഖബർസ്ഥാനിൻ്റെ സമീപത്തുമുള്ള മീസാൻ പലകയിൽ 6 വർഷം. അടുത്ത ഒരു വഖത്ത് നമസ്കാരത്തിനും കൂടെ ആ സഞ്ചാരിയായ മനുഷ്യൻ ആ പള്ളിയിലുണ്ടായിരുന്നു. മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞപ്പോൾ പള്ളിയുടെ അധികാരികളെല്ലാം നമസ്കാരത്തിനുണ്ടായിരുന്നു. നമസ്കാരം കഴിഞ്ഞ് ഇദ്ദേഹം അവരോട് ചോദിച്ചു, നിങ്ങളുടെ നാട്ടിൽ ശിശുമരണ നിരക്ക് വളരെ കൂടുതലാണോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല. എന്താ അങ്ങനെ ചോദിക്കാൻ കാര്യം? ഞാനിവിടെ വന്നപ്പോൾ നിങ്ങളുടെ ഖബർസ്ഥാൻ, ആ പരിസരമൊക്കെ ഞാനൊന്ന് സന്ദർശിച്ചു. അവിടെ നോക്കിയപ്പോൾ ഓരോ മനുഷ്യരുടെയും ഖബർസ്ഥാനിൽ 6 മാസം, 1 വർഷം, 1.5 വർഷം, കൂടിയത് ഒരു 5 വർഷമൊക്കെ ആയുസുള്ളൂ. അതുകൊണ്ടിട്ടാണ് ഞാനത് ചോദിച്ചത്. ആ സമയത്ത് ആ പള്ളിയുടെ അധികാരിയായ മനുഷ്യൻ പറഞ്ഞു, അത് അവരുടെ ആയുസ്സല്ല. ഓരോ മനുഷ്യരെയും വിലയിരുത്തിയിട്ട് അവർ ജീവിച്ചിരുന്ന കാലയളവിൽ അവരുപയോഗപ്പെടുത്തിയ ഒരു സമയം, ഒരു ആവറേജ് കണക്കാണ് ഞങ്ങളവിടെ എഴുതിയത്. ആ സഞ്ചാരിയായ ആ മനുഷ്യൻ പറഞ്ഞു, ഞാനെങ്ങാനും ഇവിടെ വച്ച് മരണപ്പെടുകയാണെങ്കിൽ എൻ്റെ ഖബറിൻ്റെ മേളിൽ നിങ്ങൾ എഴുതി വെക്കണം, ഇങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നിട്ടില്ല എന്ന്. സഹോദരങ്ങളെ, ഞാനിത് ആമുഖമായി പറഞ്ഞത്, നമ്മൾ ഈ ഭൂമിയിൽ കുറച്ചു നാൾ ജീവിക്കുന്നു. ഒരു ചെറിയ കാലത്തേക്ക് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ജീവിക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെടുക്കൽ ഒരു അനുചരൻ ചോദിച്ചു, അയ്യുന്നാസി ഖൈറുൻ, നബിയെ, ജനങ്ങളിൽ ഏറ്റവും ഉത്തമരായവർ ആരാണ്? അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു, കൂടുതൽ കാലം ഇവിടെ ജീവിക്കുകയും കുടുംബത്തിനും മനുഷ്യർക്കും നന്മകളും ഇബാദത്തുകളുമായി, ആരാധനകളുമായി റബ്ബിൻ്റെ പ്രീതിയിലായി കഴിച്ചുകൂട്ടിയവരാണ്. രണ്ടാമത് അദ്ദേഹം ചോദിച്ചു, അയ്യുന്നാസി ഷർറുൻ, ജനങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടവരാരാണ്? അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, ആ മനുഷ്യന് മൻ ത്വാല ഉംറുഹു, ധാരാളം ദീർഘായുസ് അള്ളാഹു കൊടുത്തു, വസ്സാഅ അമലുഹു, അയാളുടെ ജീവിതം കുടുംബത്തിനും സമൂഹത്തിനും മനുഷ്യർക്കുമൊക്കെ വലിയ പ്രയാസമായിരുന്നു. തെറ്റിലും തെമ്മാടിത്തത്തിലുമായി ജീവിതം കഴിച്ചുകൂട്ടി. സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കേണ്ടത്, ആകസ്മികമായിട്ടാണ് നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകേണ്ടി വരുന്നത്. ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ വിദേശത്തും സ്വദേശത്തുമുള്ള ആ വാട്സാപ്പ് ഗ്രൂപ്പിലെ ഒരാൾ മരണവാർത്തകൾ ഉടനെ അറിയിക്കുന്ന വ്യക്തിയാണ്. അന്ന് രാവിലെ അദ്ദേഹം മരിച്ച ഒരാളുടെ വിവരം അദ്ദേഹം ഗ്രൂപ്പിൽ അത് അറിയിച്ചു. 3-4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ആ ഗ്രൂപ്പിൽ വരുന്ന മരണവാർത്ത, രാവിലെ മരണവാർത്ത അറിയിച്ച ആ സഹോദരൻ മരണപ്പെട്ടു എന്ന് മറ്റൊരു സഹോദരൻ അറിയിക്കുന്ന വാർത്തയാണ്. നമ്മുടെ ആയുസ് പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന ഒരു വലിയ അസുലഭ അവസരമാണ് ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിനങ്ങൾ. വൽ ഫജ്രി വലയാലിൻ അശ്ർ, പ്രഭാതത്തെ തന്നെയാണ് സത്യം. വലയാലിൻ അശ്ർ, 10 രാവുകൾ തന്നെയാണ് സത്യം. ഈ 10 രാവുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അൽ മുറാദു ബിഹ അശ്റ ദിൽ ഹിജ്ജ, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദിൽഹിജ്ജ
10 ദിനരാത്രങ്ങളാണ്. നമ്മുടെ ആയുസ്സിനെ പ്രയോജനപ്പെടുത്താൻ കിട്ടുന്ന ഈ ദിനരാത്രങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ ഓർമ്മപ്പെടുത്തി, അഫ്ളലു അയ്യാമി ദുനിയ അയ്യാമുൽ അശ്ർ. ഈ ലോകത്ത്, ഈ ദുനിയാവിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിനരാത്രങ്ങളാണ് അയ്യാമുൽ അശ്ർ അഥവാ ഈ ദുൽഹിജ്ജയിലെ 10 ദിനരാത്രങ്ങൾ. നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടാൻ, റമളാൻ കഴിഞ്ഞ് വീണ്ടും നമ്മൾ തെറ്റുകുറ്റങ്ങളിലേക്കും നന്മകൾ നഷ്ടപ്പെട്ടു പോകുന്നതിലേക്കും നമ്മളറിയാതെ ചാഞ്ഞുപോയി. വീണ്ടും നമ്മെ ഒന്ന് ശുദ്ധീകരിക്കാൻ, ഈ ദുൽഹിജ്ജയോട് ഈ വർഷം അവസാനിക്കുമ്പോൾ ഈ വർഷത്തിലെ മുഴുവൻ പാപങ്ങളിൽ നിന്നും നമുക്ക് ശുദ്ധീകരിക്കാനുള്ള അസുലഭ അവസരം അത് പ്രയോജനപ്പെടുത്തുക. നാളെ പരലോകത്ത് ജീവിതം പ്രയോജനപ്പെടുത്തുന്ന വിശ്വാസികളിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.